ഹായ്, എല്ലാവർക്കും ബിലൂസ് കുക്ക് ബുക്കിലേക്ക് സ്വാഗതം. ഞാൻ ബിൽസ. അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. ചെറിയൊരു ഔട്ടിങ്. കൊറോണ പ്രശ്നങ്ങളൊക്കെ കാരണം മാസങ്ങളായി ഒന്ന് പുറത്തിറങ്ങിയിട്ട്, അപ്പോൾ ചെറിയൊരു ഔട്ടിങ് നടത്താമെന്ന് വിചാരിച്ചു. ബാംഗ്ലൂർ നന്ദി ഹിൽസിലേക്കാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളിവിടെ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്, സർജാപുര. ഇവിടുന്ന് ശരിക്കും ഞങ്ങൾക്ക് കറക്റ്റ് 90 കിലോമീറ്റേഴ്സാണ് നന്ദി ഹിൽസിലേക്ക്. അപ്പം ഞങ്ങളിവിടുന്ന് ഒരു ഉച്ചക്ക് 12:30 ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. നന്ദി ഹിൽസ് എന്ന് പറയുമ്പോൾ തന്നെ ബാംഗ്ലൂർ മിക്കവാറും എല്ലാവരും പോയിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരിക്കും. ശരിക്കും പറയാച്ചാൽ ബാംഗ്ലൂരുകാരുടെ ചെറിയൊരു ഊട്ടി എന്നൊക്കെ പറയാം. നല്ല തണുപ്പും നല്ല ക്ലൈമറ്റും ഉള്ളൊരു സ്ഥലമാണ്. ഓൾമോസ്റ്റ് എല്ലാ സമയത്തും നല്ല തണുപ്പ് തന്നെയായിരിക്കും അവിടെ. ഡിസംബർ മാസമൊക്കെ ആണെങ്കിൽ പറയാനില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ സേഫായിട്ട് ചെറിയൊരു ഔട്ടിങ് നടത്താമെന്ന് വിചാരിച്ചു. നന്ദി ഹിൽസിൽ പൊതുവേ നല്ല തിരക്കാണ്. സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമയം കാണാനുള്ള തിരക്കാണ് കൂടുതൽ. ഞങ്ങളപ്പോൾ സൂര്യാസ്തമയം കാണാമെന്നുള്ള ആ ഒരു പ്ലാനിലാണ് ഇവിടുന്ന് വിടുന്നത്. ശരിക്കും ഞങ്ങൾ ബാംഗ്ലൂർ വന്നതിന് ശേഷം ഒരു 6-7 പ്രാവശ്യം നന്ദി ഹിൽസിൽ പോയിട്ടുണ്ട്. ഇതിപ്പോൾ 8ാമത്തെ തവണയായിരിക്കും. നാട്ടിൽ നിന്നൊക്കെ നമ്മൾ റിലേറ്റീവ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും പോകുന്ന ഒരു സ്ഥലമാണ് നന്ദി ഹിൽസ്. ബാംഗ്ലൂരിൽ നിന്ന് പുറത്തുള്ളവരായാലും കുറേ ഓൾമോസ്റ്റ് എല്ലാവരും വന്നൊരു സ്ഥലം തന്നെയായിരിക്കും. വീട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വിപ്രോ ബിൽഡിംഗ് ആണ്. ഞങ്ങൾക്കൊരു 9 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ ഈ കാണുന്നതാണ് കാർമേൽ റാം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു ഡെക്കാത്ലോൺ ഉണ്ട്. തൊട്ടടുത്ത് ഈ കാണുന്നതാണ് RGA ടെക് പാർക്ക്. ശരിക്കും ഇവിടെ കാർമേൽ റാമിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് കാർമേൽ റാം. ഞങ്ങൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ മിക്കവാറും പോകുന്ന സ്റ്റേഷനാണ്. ഇപ്പം പിന്നെ കൊറോണ പ്രശ്നങ്ങൾ കാരണം മാസങ്ങളായി സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ടിട്ട്. ശരിക്കും ട്രെയിൻ സർവീസും കാര്യങ്ങളൊന്നും ലോങ് ജേണി ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളൊരു ഫ്രൈഡേ ആണ് വിട്ടത്. ശരിക്കും വീക്ക് ഡേയിലെ ട്രാഫിക് എന്നൊക്കെ പറയുമ്പോൾ ബാംഗ്ലൂർ നല്ല ട്രാഫിക്കുള്ള, പൊതുവേ നല്ല ട്രാഫിക്കാണ്. വീക്കെൻഡിലാണ് ശരിക്കും പൊതുവേ കുറച്ച് കുറവ്. ഇതിപ്പോൾ കൊറോണയുടെ ഒക്കെ പ്രശ്നമായതുകൊണ്ടാണ് ട്രാഫിക് ഇത്ര കുറവ്. അല്ലെങ്കിൽ ഈ ടൈമിൽ ഇതൊന്നുമല്ല, നല്ല ട്രാഫിക്കാണ്. ഈ മോറിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു മോളാണ്.
ലെഫ്റ്റ് സൈഡിലുള്ള ഈ എംപയർ റെസ്റ്റോറൻറ്റ്, ബലന്തൂർ എംപയർ റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെ മിക്കവാറും വരുന്ന റെസ്റ്റോറൻ്റാണിത്. ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ബലന്തൂർ സെൻട്രൽ മോള്. ഇപ്പോൾ കൊറോണ ആയ ശേഷം ഇങ്ങോട്ട് ഇപ്പോൾ വരാറേ ഇല്ല. എൻട്രി ഉണ്ടെന്നാണ് തോന്നുന്നത്, പക്ഷെ പണ്ടത്തെ പോലത്തെ ആ ഒരു ഇതില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞങ്ങളെന്തായാലും ഇപ്പം ആ ഒരു കുറേ മാസങ്ങൾക്ക് മുൻപാണ് ലാസ്റ്റ് ഒന്ന് വന്നത്. ഈ റൂട്ട് തന്നെയാണ് ബാംഗ്ലൂർ എയർപോർട്ടിലേക്കുള്ള റൂട്ടും.
നന്ദി ഹിൽസിലേക്ക് പോകുന്ന വഴിയിലുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ശരിക്കും നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. ശരിക്കും നമുക്ക് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആയിട്ട് നല്ല ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റൂട്ട് അത്. ഇവിടെ ശരിക്കും നല്ല അത്യാവശ്യം നല്ല കൃഷിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. മുന്തിരി, റോസ്, ജമന്തിയൊക്കെ കൃഷിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ മിക്കവാറും എല്ലാ പ്രാവശ്യം വരുന്ന സമയത്തൊക്കെ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡൊക്കെ റോസിൻ്റെ ഗാർഡൻ കൃഷി, ജമന്തി ഇങ്ങനെയുള്ള സംഭവമൊക്കെ നന്നായിട്ട് പൂവെല്ലാം ആയിട്ട് നന്നായിട്ട് കാണാൻ ഭംഗിയായിട്ട് നിൽക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ മുൻപ് വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ടായിരുന്നു വന്നത്. പക്ഷേ സീസൺ അല്ലാന്ന് തോന്നുന്നു, ഒന്നുമില്ലായിരുന്നു. മുന്തിരി സൈഡിലായിട്ട് ഇങ്ങനെ സെയിൽ ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റും. അവർ കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ വിൽക്കും. പക്ഷേ ജമന്തി, റോസൊന്നും ഇപ്രാവശ്യം ഇല്ലായിരുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ എത്തുന്ന ഞങ്ങൾ സ്ഥലത്ത് റൈറ്റ് സൈഡിലൊരു ആൽമരമുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ ഫാമിലിക്ക് ആയിട്ട് വരുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ താഴെ തന്നെ ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ്. ഇത് ഹിൽസ് ടോപ്പല്ലേ, അപ്പം കുറേ നേരത്തെ വിട്ടൊക്കെ ആണെങ്കിൽ ഫുഡൊക്കെ കരുതിയിട്ടുണ്ടാവും, ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് പോവുക. ശരിക്കും ഞങ്ങൾക്കൊരു ഡൗട്ടായിരുന്നു, ഈ കൊറോണയുടെ ഒക്കെ പ്രശ്നമായതുകൊണ്ട് നന്ദി ഹിൽസ് ഇപ്പോൾ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സംശയം വെച്ചിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഈ ക്ലോസ്ഡ് ആയാലും കുഴപ്പമില്ല, നമുക്കൊരു യാത്രയല്ലേ, നല്ലൊരു യാത്രയല്ലേ, ചെറിയ റിലാക്സ് യാത്രയല്ലേ വെച്ചിട്ട് തന്നെയാണ് വിട്ടത്. ശരിക്കും ഞങ്ങൾ നന്ദി ഹിൽസ് എത്തിയപ്പോൾ ഷോക്കായി. അവിടെ ഓപ്പൺ ആണെന്ന് മാത്രമല്ല നല്ല തിരക്കായിരുന്നു. കമ്പാരിറ്റീവ്ലി സാധാരണ ഉള്ളതിനേക്കാളും വളരെ കൂടുതലായിരുന്നു തിരക്ക്. എല്ലാവരും വീട്ടിലിരുന്ന് മടുത്തിട്ടാണോന്നും അറിയില്ല, ഒരു റിലാക്സിന് വേണ്ടി പുറത്തിറങ്ങിയ പോലെയായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഫ്രണ്ടിൽ കാണുന്ന ആ മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് എത്തേണ്ടത്. അവിടെയാണ് നന്ദി ഹിൽസ്. അതിൻ്റെ ടോപ്പിലെത്തണം. ഈ ഭാഗത്തൊക്കെ മുന്തിരി കൃഷി അത്യാവശ്യമുണ്ട്. നമ്മൾ ഈ പോകുന്ന ഈ റൂട്ടിൽ നിറയെ യൂക്കാലിപ്റ്റസ് മരങ്ങളാണ്. ശരിക്കും നല്ല മഞ്ഞൊക്കെ ആയിട്ട് തണുപ്പുള്ള സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഇപ്പോഴും ഞങ്ങൾ പോയ ടൈമിൽ അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയായിരുന്നു. പക്ഷെ ഡിസംബറിലൊന്നും നല്ല മഞ്ഞായിരിക്കും. ഈ ഒരു റൂട്ട് ശരിക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഡ്രൈവ് തന്നെയാണിത്. രണ്ട് സൈഡിലും യൂക്കാലിപ്റ്റസ് മരങ്ങളൊക്കെയാണ്. നല്ല കാറ്റും അതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെയാണ്. നന്ദി ഹിൽസിലേക്കുള്ള ആ കയറ്റത്തിലേക്കുള്ള റൂട്ട് തുടങ്ങി. ഇതും ശരിക്കും നല്ല അടിപൊളി റൂട്ടാണ്. ശരിക്കും നമുക്ക്
എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയാണിത്. സൈഡിലൊക്കെ മങ്കീസൊക്കെ ഉണ്ടാവും അത്യാവശ്യം. കുറേ പേര് പോയിട്ട് റിട്ടേൺ വരികയാണ്. മിക്കവാറും ആൾക്കാർ രാവിലെ ബാംഗ്ലൂരുള്ളവരൊക്കെ ആണെങ്കിൽ രാവിലെ 2 മണിക്കൊക്കെ വിട്ടിട്ട് 5 മണിക്ക് മുൻപ് തന്നെ അവിടെ എത്തും ഉള്ള ടൈമിൽ വരുന്നവരുണ്ട് സൂര്യോദയം കാണാനായിട്ട്. ശരിക്കും മോർണിംഗിൽ ഒരു 5 മണി മുതലാണ് എൻട്രി, വൈകിട്ട് 5 മണി വരെയാണ് എൻട്രി എന്നാണ് കേട്ടത്. ബാംഗ്ലൂരുള്ളവരൊക്കെ ആകുമ്പോൾ തന്നെ ശരിക്കും രാവിലെ പുലർച്ചയ്ക്ക് തന്നെ വന്നിട്ട് എത്താറാണ് ഉണ്ടാവുക. പിന്നെ ചിലവർ നേരത്തെ വിടാനുള്ള പ്രയാസം കാരണം ചിലർ സ്റ്റേ ചെയ്യുന്നവരുണ്ട്. അപ്പം വൈകിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് സ്റ്റേ ചെയ്ത് പിറ്റേന്നും സൂര്യോദയം കണ്ടിട്ടാണ് മടങ്ങുക. അപ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നന്ദി ഹിൽസിൽ ഒരു ഹോട്ടലുണ്ട്. അവിടെ അങ്ങനെയാണ്, ഒരു ഹോട്ടലാണ് അവിടെ ഉള്ളത്.
നന്ദി ഹിൽസ് ടോപ്പ് എത്തി. ഏറ്റവും ടോപ്പ് കുറച്ചുകൂടെ മേലോട്ട് പോയാൽ നമുക്ക് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും, താഴെയും പാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വണ്ടികളെ തിരക്കാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും തിരക്കുണ്ടായിരുന്നെന്ന്. ഇവിടെ സ്ട്രേറ്റ് ഈ ഒരു ഭാഗത്ത് നന്ദി ഹിൽസിലൊരു കുളമുണ്ട്, നല്ല ഭംഗിയുള്ളൊരു കുളമാണ്. അപ്പം ഞങ്ങൾ നല്ല തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നേരെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ കവർ ചെയ്യാൻ പറ്റിയില്ല. പോകുന്ന സമയത്ത് തിരിച്ച് വരുമ്പം വീഡിയോ എടുക്കാം, ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി, നല്ല ഇരുട്ടായിപ്പോയി. ഞങ്ങൾ ടോപ്പിലെത്തിയിട്ട് അവിടെ ആ വ്യൂവിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്താണ്. നന്ദി ഹിൽസ് കുറേ സ്ഥലം എന്ന് പറയുമ്പോൾ ഒരുപാട് ശരിക്കും നല്ല കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആ ഒരു ഗാർഡനൊക്കെ ആയിട്ട് പാർക്കായിട്ട് കുറേ ഉണ്ട്. ഞങ്ങൾക്ക് ശരിക്കും ആ ഒരു പാർക്കിലൂടെ കുറച്ച് കവർ ചെയ്ത് പിന്നെ ആ പാറക്കെട്ടിലെ സൂര്യാസ്തമയം അവിടെ കവർ ചെയ്യാനുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണമല്ലോ ചെയ്യാൻ. ഈ ഒരു ടൈമിൽ അങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് അങ്ങനെ ഇടപഴകി ഒന്നും നടക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് വെച്ചാൽ സാധാരണ നമ്മൾ കാണുന്നതിലും തിരക്കായിരുന്നു. മുകളിലെത്തിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ റെസ്റ്റോറൻറ്റ്സും ഷോപ്സും ഒക്കെ ഉണ്ട്. കൊറോണ ടൈമായിട്ട് പോലും നല്ല ക്രൗഡായിരുന്നു. ഈ ഒരു ഭാഗത്തു നിന്ന് താഴേക്ക് നല്ല വ്യൂ ആണ്, നല്ല സൈറ്റാണ്. ഈ ഒരു ഭാഗത്തു നിന്ന് താഴേക്ക് നല്ലൊരു വ്യൂ ആണ്, നല്ല കാഴ്ചയാണ്. ഇനി ഞങ്ങൾ ഏകദേശം അസ്തമയത്തിൻ്റെ ഒക്കെ ടൈം ആയത് കാരണം ഞങ്ങൾ നേരെ പാർക്കറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഇടയിലായിട്ട് നല്ല പാർക്ക് ഉണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ. പക്ഷേ അസ്തമയത്തിൻ്റെ ടൈമായി ലേറ്റായി വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല.
ശരിക്കും ഇവിടെ വന്നിട്ട് ഷോക്കായത് എന്താ വെച്ചാൽ ഞങ്ങൾ സാധാരണ ക്ലോസ് ആയിരിക്കുന്ന ഓപ്പൺ ആയിരിക്കും എന്ന് വിചാരിച്ചതിലപ്പുറം എത്ര പേരാണ് വന്നതെന്ന് ആലോചിച്ചിട്ടാണ് ഷോക്കായത്. ശരിക്കും ഈ കൊറോണ ടൈം ആയപ്പോൾ എല്ലാവരും കുറവായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒരു റിലാക്സ് യാത്ര വിചാരിച്ചായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി ശരിക്കും. ഇവിടെ നിന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴേക്കൊക്കെ നല്ല വ്യൂവും സൈറ്റാണ് ഫോട്ടോ എടുക്കാനൊക്കെ. പക്ഷെ നമ്മൾ നല്ല ക്രൗഡ് ആയതുകൊണ്ട് കയറിയില്ല, പുറത്തുനിന്ന് നോക്കി. കണ്ട ഉള്ളിൽ നല്ല ഫുൾ ജനങ്ങൾ തന്നെയാണ്. പാറക്കെട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് എല്ലാവരും അസ്തമയം കാണാനായിട്ടാണ് ഇരിക്കുന്നത്. നല്ല കാഴ്ചയാണ് അവിടെ ഇരുന്ന്. നമുക്ക് നല്ല റിലാക്സ് ആണ് അവിടെ ഇരുന്ന് അസ്തമയം കണ്ട് അങ്ങനെ ഇരിക്കാൻ തന്നെ നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്. സൂര്യാസ്തമയമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റി. അതിൻ്റെ ഇടയ്ക്ക് കുറേ സ്ഥലങ്ങൾ, കുറച്ച് ചെറിയ ചെറിയ പാർക്കും കുളത്തിൻ്റെ അടുത്തൊക്കെ ഒന്നും പോകാൻ പറ്റിയില്ല. ടൈം ഒരുപാട് ലേറ്റായിപ്പോയി. പിന്നെ ഒരുപാട് തിരക്ക് കാരണം ആ ഒരു ടൈം കിട്ടിയില്ല. നെക്സ്റ്റ് ടൈം പോകുന്ന സമയത്ത് എല്ലാം കവർ ചെയ്യണം. 6:30 ഒക്കെ ആയപ്പോഴേക്കും തന്നെ നല്ല ഇരുട്ടായി. ഞങ്ങൾ ആ ടൈമിൽ തന്നെ മടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ട്രാവൽ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.